അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. റബ്ബിശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി റബ്ബി യസ്സിർ വലാ തുഅസ്സിർ വതമ്മിം ബിൽ ഖൈർ. അൽഹംദുലില്ലാ. ബാലൻസ്ഡ് മുസ്ലിമയുടെ ആദ്യ ഭാഗം അൽഹംദുലില്ലാ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയ ചെറിയ ടോപ്പിക്കുകളാണ് നമ്മൾ അൽഹംദുലില്ലാ ഡിസ്കസ് ആക്കിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും എളുപ്പം നൽകട്ടെ. ഏറ്റവും നല്ല രീതിയിൽ ഒരു ബാലൻസ്ഡ് മുസ്ലിമയായിട്ട് ജീവിച്ച് മരിക്കാനുള്ള തൗഫീഖ് റബ്ബ് നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. ആമീൻ. അപ്പോൾ ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ആക്കിയിട്ടുണ്ടായിരുന്നത് വിത്ത് മൈ റബ്ബ്, ഞാനും എൻ്റെ റബ്ബും അല്ലെങ്കിൽ എൻ്റെ റബ്ബുമായി എന്നുള്ള ടോപ്പിക്കായിരുന്നു. അതിൽ നമ്മൾ ഏറ്റവും ആറാമത്തെ പില്ലറായിട്ടുള്ള, അതായത് ഈമാൻ കാര്യങ്ങളിലെ ആറാമത്തെ പില്ലറായിട്ടുള്ള വിധിയുള്ള വിശ്വാസം എന്നൊരു ടോപ്പിക്കാണ് നമ്മൾ സെലക്ട് ആക്കിയിട്ടുള്ളത് അല്ലേ. അള്ളാഹു നമ്മളുടെ ലൈഫിൽ ഒരുപാട് സാഹചര്യങ്ങൾ, അതായത് നമുക്ക് ഷെറാണ് എന്ന് തോന്നുന്ന സാഹചര്യങ്ങളൊക്കെ റബ്ബ് നമുക്ക് നൽകിയിട്ടുണ്ട്. അങ്ങനത്തെ സിറ്റുവേഷൻസിലൊക്കെ നമ്മൾ അവിടെയൊക്കെ ഇതെൻ്റെ റബ്ബിൻ്റെ തീരുമാനമാണ് എന്നുള്ള സംതൃപ്തിയോട് കൂടി അൽഹംദുലില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ്. അല്ലെങ്കിൽ റബ്ബ് എനിക്ക് നൽകിയിട്ടുള്ള ഏത് സാഹചര്യത്തിലും ഞാൻ സാറ്റിസ്ഫൈഡ് ആണോ എന്നുള്ളൊരു ചോദ്യം നമ്മളോട് തന്നെ ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾക്ക് പലർക്കും ഉത്തരം കിട്ടിയിട്ടുണ്ടാകും. ചില ആൾക്കാർക്ക് ചിലപ്പോൾ ചില സാഹചര്യങ്ങളൊന്നും ഉൾക്കൊള്ളാൻ സാധിക്കാതെ വന്നിട്ടുണ്ടാകാം. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ ഹൗ ടു ബി സാറ്റിസ്ഫൈഡ്, നമ്മൾക്ക് എങ്ങനെയാണ് ആ ഒരു തൃപ്തി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്ന് ഇൻഷാ അല്ലാഹ് ഈ ഒരു ക്ലിപ്പിലൂടെ നിങ്ങളായിട്ട് പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യമായിട്ട് നമുക്കറിയാം ആറാമത്തെ പില്ലറാണ് വിധിയുള്ള വിശ്വാസം എന്നുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ ഏറ്റവും അടിയുറച്ച് വിശ്വസിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഹൃദയത്തിൽ നല്ല ഉറച്ച വിശ്വാസത്തോടു കൂടി മനസ്സിലാക്കുക അള്ളാഹു മാത്രമാണ് എനിക്ക് സഹായത്തിനുള്ളത്. ഏത് സാഹചര്യത്തിലൂടെ ഞാൻ പോയാലും എൻ്റെ സഹായം, അല്ലെങ്കിൽ എനിക്കുള്ള സഹായം, അല്ലെങ്കിൽ എനിക്കുള്ള ഒരു താങ്ങ് അത് എൻ്റെ റബ്ബ് മാത്രമാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കാം. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു പേഷ്യൻ്റ് ഡോക്ടറിനെ എത്ര ഡിപ്പെൻഡ് ചെയ്താലും അവസാനം അള്ളാഹുവിൻ്റെ ഒരു ഖദറുണ്ട് അല്ലേ. ആ ഖദർ അദ്ദേഹം പൂർണ്ണമായിട്ട് വിശ്വസിച്ചാൽ മാത്രമാണ് അദ്ദേഹത്തിന് നിലനിൽപ്പുള്ളൂ. അല്ലെങ്കിൽ അദ്ദേഹം വെറും ഡോക്ടറിനെ ഡിപ്പെൻഡ് ചെയ്യും. കൂടെയുള്ള ആളുകൾ ഡോക്ടർ കയ്യിൽ നിന്ന് പോകുമ്പോൾ ഡോക്ടർ കാരനാണെന്നൊക്കെ വിചാരിക്കും. പക്ഷേ നമ്മൾ അള്ളാഹുവിനെ ഖദറിൽ വിശ്വസിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനെ ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അതുപോലെ തന്നെ ഇനി വേറൊരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ നമ്മുടെ ഉമ്മ പ്രോമിസ് ചെയ്ത് നിനക്ക് ഈ ഒരു കാര്യം ശരിയാക്കി തരാമെന്ന് ഉമ്മ പ്രോമിസ് ചെയ്ത് അല്ലേ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഉമ്മനെ ട്രസ്റ്റ് ചെയ്യും. അതായത് ഉമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെ തന്നെ ആയിരിക്കും, ഉമ്മ എന്തായാലും പറഞ്ഞ കാര്യം ചെയ്യാതിരിക്കില്ല എന്ന് നമ്മളുടെ മനസ്സിലുണ്ട് അല്ലേ. അപ്പോൾ വലില്ലാഹിൽ മസ്സലുൽ അഅല, അള്ളാഹുലെ കമ്പയർ ചെയ്യല്ല. അള്ളാഹുൽ നമ്മൾ വിശ്വസിക്കേണ്ടത് അങ്ങനെയാണ്. അതായത് അള്ളാഹു നമുക്കത് ഉറപ്പായിട്ടും ചെയ്തു തരും. അതായത് ഉമ്മ നമ്മളുടെ അത് ഞാൻ ശരിയാക്കി തരട്ടോ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ ഫൈൻഡ് ചെയ്ത് തരാമെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് സാറ്റിസ്ഫൈഡ് ആണ്. നമ്മൾ കാണാത്ത സാധനം വരെ ഉമ്മ നമുക്ക് എടുത്തു തരും അല്ലേ. അപ്പോൾ അതുപോലെ അതിൽ ഒരിക്കലും അങ്ങനെയൊന്നുമല്ല. വലില്ലാഹിൽ മസ്സലുൽ അഅല, നമ്മളുടെ ഉമ്മ നമ്മളെ സ്നേഹിക്കുന്നതിനേക്കാളും 70 ഇരട്ടി നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ റബ്ബ് നമ്മൾ ഖുർആനിൽ തന്നെ നമുക്ക് പ്രോമിസ് ചെയ്തിട്ടുണ്ട് കുറേ പ്രാവശ്യമായിട്ട് ഇന്ന മഅൽ ഉസ്രി യുസ്റാ, ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ എന്ന് 2 പ്രാവശ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും പ്രയാസത്തോടൊപ്പം ഒരു എളുപ്പമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല 2 പ്രാവശ്യം പ്രോമിസ്ഡ് ആണ്. അപ്പോൾ നമ്മൾക്ക് പിന്നെ എന്ത് ടെൻഷനാണ് വേണ്ടത് അല്ലേ. നമ്മളുടെ ഉമ്മാനേക്കാളും കൂടുതൽ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, നമ്മളെ കെയർ ചെയ്യുന്ന, നമ്മൾ നെർച്ചർ ചെയ്യുന്ന, നമ്മളെ കൊണ്ടേയിരിക്കുന്ന നമ്മളുടെ റബ്ബായിട്ടുള്ള, നമ്മളെ തർബിയ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ റഹ്മാൻ നമ്മളുടെ കൂടെ ഉണ്ടാകുമ്പോൾ പിന്നെ നമ്മൾക്ക് എന്തിനാണ് ടെൻഷൻ. നമ്മളുടെ ഏതൊരു സാഹചര്യവും നമുക്ക് ഹയറാണ് എന്ന് റബ്ബ് നമ്മളടുത്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്തിനാണ് ആ ഒരു സിറ്റുവേഷനിൽ അൺസാറ്റിസ്ഫൈഡ് ആയി നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഏത് സിറ്റുവേഷനിലാണോ, നമുക്ക് എല്ലാവർക്കും പല പല സാഹചര്യങ്ങളായിരിക്കും. നമ്മൾ പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ കേൾക്കാത്ത ഭയങ്കര ഗുരുതരമായിട്ടുള്ള സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നവർ നമ്മളുടെ കൂട്ടത്തിലുണ്ടാകാം. അപ്പോൾ അവർക്കൊക്കെ ഒരു സന്തോഷ വാർത്തയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് സൂറയിലാണ്,
സൂറ ഇൻഷിറാഹിൽ പറയുന്നുണ്ട് എന്ത് ഫഇന്ന മഅൽ ഉസ്രി യുസ്റ ഇന്ന മഅൽ ഉസ്രി യുസ്റ. അതായത് അള്ളാഹു പറഞ്ഞെന്താണ്, തീർച്ചയായിട്ടും പ്രയാസത്തോട് ഒപ്പം എളുപ്പമുണ്ട് എന്നാണ്. അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, അള്ളാഹു മാത്രമാണ് നമ്മളുടെ സഹായി. നമ്മുടെ ഹാർട്ടിൽ സ്ട്രോങ് ആയിട്ട് നമ്മൾ ബിലീവ് ചെയ്യാം, എൻ്റെ റബ്ബാണ് എൻ്റെ സഹായി. ഞാൻ ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണെങ്കിലും എൻ്റെ റബ്ബാണ് എന്നെ താങ്ങി നിർത്തുന്നവൻ എന്ന് നമ്മൾ മനസ്സിലാക്കാം. രണ്ടാമതായിട്ട് നമ്മൾ നമ്മളുടെ ഭാഗം ചെയ്യുക, എന്നിട്ട് അള്ളാഹുവിൻ്റെ അടുത്ത് സഹായം ചോദിക്കാം. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എന്താണ്, നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒട്ടകത്തിനെ കെട്ടിയിട്ടിട്ട് തവക്കൽ ചെയ്യുക. അതല്ലാതെ ഒട്ടകത്തിനെ കെട്ടിടാണ്ട് തവക്കൽ ചെയ്യാണോ വേണ്ടത് എന്ന് സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ചോദിച്ചപ്പം അദ്ദേഹം പറഞ്ഞത് എന്താണ്, നീ കെട്ടിയിട്ടിട്ട് തവക്കൽ ചെയ്തോ എന്നുള്ളതാണ്. അതിൻ്റെ വിധി അള്ളാഹുവിൻ്റെ കയ്യിൽ തന്നെയാണ് എങ്കിൽ പോലും നമ്മളുടെ ഭാഗം നമ്മൾ ചെയ്തിട്ട് ആയിരിക്കണം നമ്മൾ അള്ളാഹുൽ തവക്കൽ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഇൻഷിറാഹ് അല്ലെങ്കിൽ അശ്ശർഹിൽ പറഞ്ഞിട്ടുണ്ട് എന്ത്, ഫഇദാ ഫറഗ്ത ഫൻസബ് വഇലാ റബ്ബിക ഫർഗബ്. അതിനാൽ നീ നിനക്ക് ഒഴിവ് കിട്ടിയാൽ എന്താണ്, നീ ഇബാദത്തിൽ എന്താണ് മുഴുകുക, അല്ലെങ്കിൽ ഇബാദത്തിൽ നീ അധ്വാനിക്കുക എന്ന് പറഞ്ഞു. എന്നിട്ടോ നിന്റെ രക്ഷിതാവിലേക്ക് തന്നെ നിന്റെ ആഗ്രഹം നീ സമർപ്പിക്കുകയും ചെയ്യുക. അപ്പോൾ നമ്മൾ നമ്മളുടെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്, അതായത് നിനക്ക് ഒഴിവ് കിട്ടിയാൽ എന്ന് പറയുമ്പം അതിനു മുമ്പ് നമ്മളുടെ ഡ്യൂട്ടീസൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ എന്താക്കണം, അള്ളാഹുവിൻ്റെ അടുത്ത് തേടണം എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. നമ്മൾക്കറിയാം, നമ്മളൊക്കെ എന്തെങ്കിലും പ്രോബ്ലംസിൽ വരുമ്പോൾ ഭയങ്കരമായിട്ട് മനസ്സ് ടെൻഷനായി നമ്മൾ അതിൽ തന്നെ കിടന്ന് ടെൻഷൻ അടിക്കും. ശരിക്കും ഉറങ്ങാൻ വയ്ക്കില്ല, ഫുഡ് ശരിക്കും കഴിക്കില്ല, നമ്മളുടെ ഡ്യൂട്ടീസും കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റോപ്പാക്കും. ഈ ബാത്തുകളിൽ ചില ആളുകൾ ഭംഗം വരുത്തും. അങ്ങനെ ഒറ്റപ്പെടലും ഒക്കെ ആയിരിക്കും ചില ആളുകൾക്കൊക്കെ ഉണ്ടാകുക. പക്ഷേ ഈ സൂറയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താ പറഞ്ഞത്, ഫസ്റ്റ് ഫുൾഫിൽ റെസ്പോൺസിബിലിറ്റി. അള്ളാഹു നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ള എന്താണ്, റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ ഫുൾഫിൽ ചെയ്യാൻ. അതാണ് ഫഇദാ ഫറഗ്ത ഫൻസബ്. എന്നിട്ട് എന്താണ്, അള്ളാഹുലേക്ക് എന്താണ് പ്രതീക്ഷയോട് കൂടി തിരിയുക. ഫഇദാ ഫറഗ്ത ഫൻസബ് വഇലാ റബ്ബിക ഫർഗബ്. ഓക്കെ, അപ്പോൾ അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഇൻഷിറാഹിലൂടെ നമ്മളോട് പറയുന്നത്. ഒരിക്കലും നമ്മൾ പ്രയാസഘട്ടങ്ങളിൽ അങ്ങനെ മടി പിടിച്ചിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ ഡൗൺ ആക്കി ചെയ്യരുത്. നമ്മൾ പോസിറ്റീവ് മെൻറ്റാലിറ്റി ഉണ്ടാകേണ്ട ആളുകളാണ്. അതുകൊണ്ട് നമ്മളുടെ എന്താണ് പ്രോബ്ലംസിനെ കുറിച്ച് തിങ്ക് ചെയ്തിട്ട് കൂടെ പ്രിയോക്യുപ്പൈ ചെയ്യാണ്ട് നമ്മൾ നമ്മളെ തന്നെ എന്താണ് നമ്മൾ മെൻഡ് ചെയ്ത് അല്ലെങ്കിൽ റെക്ടിഫൈ ചെയ്തുകൊണ്ടേയിരിക്കുക. നമ്മൾ അള്ളാഹുവായിട്ടുള്ള ബന്ധത്തിനെ കൂടുതൽ ഊട്ടിയുറപ്പിക്കുക. അള്ളാഹു നമുക്ക് അങ്ങനത്തെ ഒരു സാഹചര്യം തരുന്നത് തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്, അള്ളാഹുവായിട്ടൊരു സ്ട്രോങ് കണക്ഷൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു സൂറയിൽ പറയുന്നുണ്ട് എന്താണ്, ആരെങ്കിലും അള്ളാഹുവിനെ ഭയക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അള്ളാഹു അവർക്കൊരു വഴി എന്താണ് കാണിച്ചു കൊടുക്കും എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അള്ളാഹു അവർക്ക് പ്രതീക്ഷിക്കാത്ത വഴിയിൽ നിന്നും അവർക്ക് എന്താണ് പ്രൊവിഷൻ അല്ലെങ്കിൽ അവർക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കും എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ആരെങ്കിലും അള്ളാഹു തവക്കൽ ചെയ്യുകയാണെങ്കിലോ അവന് അത് മതി, അല്ലെങ്കിൽ അള്ളാഹു മതി അവൻക്ക് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ആയത്ത് ഇങ്ങനെയാണ്, ومن يتق الله يجعل له مخرجا ويرزقه من حيث لا يحتسب ومن يتوكل على الله فهو حسبه. ഒന്നുകൂടെ, ومن يتق الله, ആർ അള്ളാഹിൽ തഖ്വ പുലർത്തുന്നുവോ, യജ്അൽ ലഹു മഖ്റജ, അവൻക്ക് വഴിയൊരുക്കി കൊടുക്കും, വയർസുഖുഹു, അവൻക്ക് നൽകുന്നു, മിൻ ഹൈതു ലാ യഹ്തസിബ്, അവനൊരിക്കലും പ്രതീക്ഷിക്കാത്തിടത്തുനിന്ന്, വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹ്, ആരെങ്കിലും അള്ളാഹുവിൽ സമർപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവൻക്ക് അള്ളാഹു മതി. സുബ്ഹാനല്ലാഹ്. ഇത്ര മനോഹരമായിട്ടുള്ള ഒരു ആയത്താണ് അല്ലേ. അപ്പോൾ അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറഞ്ഞത്, നമ്മൾ അള്ളാഹുവിൽ തവക്കൽ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവാം. അപ്പോൾ രണ്ടാമത്തേത് എന്താണ്, നമ്മൾ ബിസ്മില്ലാഹ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നമ്മൾ നമ്മളുടെ ഭാഗം ചെയ്യാം, ബാക്കി നമ്മൾ അള്ളാഹുവിലേക്ക് തവക്കൽ ചെയ്യാം. പിന്നെ മൂന്നാമതായിട്ട് ഹുസ്നുൽ ദൻ, അതായത് അള്ളാഹിനെ കുറിച്ചുള്ള നല്ല വിചാരം. എപ്പോഴും നമ്മൾ അള്ളാഹിനെ കുറിച്ചുള്ള നല്ല വിചാരത്തിലായിരിക്കണം, ഏത് സാഹചര്യത്തിലായാലും. നമ്മൾക്കറിയാം
എന്താ പറയുക, നമ്മൾ ചില സമയത്തൊക്കെ റബ്ബ് എന്താ എന്നോട് ഇങ്ങനെ ചെയ്യുന്നേ എന്നുള്ളൊരു ചിന്തയൊക്കെ ചിലപ്പോൾ നമ്മൾ കൊണ്ടുവരാറുണ്ട്. പക്ഷേ അല്ലെങ്കിൽ എന്താണ് ചില ആളുകളൊക്കെ കേട്ടിട്ടുണ്ട്, എന്താ പറയുക, കുറേ ദുആ ചെയ്ത് എൻ്റെ പ്രാർത്ഥന ഒന്നും റബ്ബ് കേൾക്കുന്നില്ല, ഇനി ഞാൻ റബ്ബിനോട് പ്രാർത്ഥിക്കാൻ പോകില്ല, ഇനി ഞാൻ ഇബാദത്ത് ചെയ്യൂല, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ കേൾക്കാറുണ്ട്. നഅൂസുബില്ലാ മആദല്ലാഹ്, നമ്മളങ്ങനെ പറയാനേ പാടില്ല. കാരണം എന്താണ്, അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഗിഫ്റ്റാണ് നമ്മളെ അടുത്തുള്ള എല്ലാതും. അള്ളാഹു വേണമെങ്കിൽ അള്ളാഹുവിന് അതെന്താണ് ഇല്ലാതാക്കും ചെയ്യാം അല്ലേ. നമുക്കൊരിക്കലും ഇത് എൻ്റെതാണ് എന്ന് അവകാശപ്പെടാൻ പറ്റില്ല. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹദീസ് ഖുദ്സിയിലൂടെ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ അടിമ എങ്ങനെയാണ് എന്നെക്കുറിച്ച് ചിന്തിക്കുന്നത് അതുപോലെയാണ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്താണ് അള്ളാഹിനെക്കുറിച്ച് നല്ലത് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അള്ളാഹു എന്തായിരിക്കും, അങ്ങനെ തന്നെ ആയിരിക്കും. ഇനി അതെല്ലാം അള്ളാഹു എപ്പോഴും എന്നെ കഷ്ടപ്പെടുത്താണെന്ന് നമ്മൾ വിചാരിക്കുകയാണെങ്കിലോ അത് അങ്ങനെ തന്നെ ആയിരിക്കും. സുബ്ഹാനല്ലാഹ്. നമുക്കറിയാം അയ്യൂബ് അലൈഹി സ്വലാമിൻ്റെ എന്താണ് അവസ്ഥയിൽ, അയ്യൂബ് അലൈഹി സ്വലാമിന് 17 വർഷത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല അസുഖം നൽകിക്കൊണ്ട് പരീക്ഷിച്ചു. അദ്ദേഹത്തിൻ്റെ ഈമാനും അദ്ദേഹത്തിൻ്റെ ശുക്റും അദ്ദേഹത്തിൻ്റെ എന്താണ് ഹംദും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് അദ്ദേഹം എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, എന്താണ് അള്ളാഹു എന്താണ് എനിക്ക് ഇത്രയും വർഷം എനിക്ക് നല്ല ആരോഗ്യവും സമ്പത്തും സന്താനവും ഒക്കെ നൽകി, ഈ കുറച്ച് വർഷം എന്നിൽ നിന്നും അതെടുത്ത് കളയുമ്പോഴേക്കും ഞാൻ എങ്ങനെ അക്ഷമയാകാനാണ്. സുബ്ഹാനല്ലാഹ്. 17 വർഷമാണ് അല്ലേ. നമുക്കറിയാം ഒരു വർഷം അല്ലെങ്കിൽ കുറച്ച് ആഴ്ചകളാവുമ്പോഴേക്കും നമുക്ക് തന്നെ ഡിസ്റ്റർബൻസ് വരും, നമുക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ. സുബ്ഹാനല്ലാഹ്. പക്ഷേ 17 വർഷം ഇദ്ദേഹം എന്താണ് അത്രയ്ക്കും ക്ഷമയോട് കൂടി അവിടെ നിൽക്കണം. സുബ്ഹാനല്ലാഹ്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് എന്ത്, നമുക്കറിയാം എല്ലാവർക്കും നല്ല പരിചയമുള്ള ആയത്താണ് എന്ത്, അസ അൻ തക്റഹു ഷൈഅൻ വഹുവ وعسى أن تكرهوا شيئا وهو خير لكم وعسى أن تحبوا شيئا وهو شر لكم والله يعلم وأنتم لا تعلمون. എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ആയത്താണല്ലേ, അള്ളാഹുവിനറിയാം നിനക്കറിയില്ല എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. ഇത് നമുക്ക് നമ്മളിപ്പോൾ പാരൻസ് ആയതുകൊണ്ട് നമുക്കറിയാം, നമ്മളുടെ കുട്ടി ഭക്ഷണം കഴിക്കാത്തപ്പോൾ നമ്മളെന്താക്കും, അവർക്ക് വീണ്ടും വീണ്ടും കൊടുക്കാൻ ശ്രമിക്കും അല്ലേ. പക്ഷെ അവർക്ക് എന്താണ്, അവരിടങ്ങറാക്കുന്ന പോലെയാണ്. പക്ഷെ നമുക്കറിയാം ആ കുട്ടി സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് മരുന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കുട്ടി എത്ര അത് തടയാൻ ശ്രമിച്ചാലും നമ്മളെന്താക്കും, വീണ്ടും വീണ്ടും ആ കുട്ടിക്ക് അത് കൊടുക്കും. മരുന്നെന്ന് പറയുമ്പോൾ കുറച്ച് കയ്പൊക്കെ ഉള്ളതായിരിക്കാം ചില സമയത്ത് അല്ലേ. പക്ഷെ നമ്മൾ ആ കുട്ടിക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ആ കുട്ടി എന്താണ് ഹെൽത്തി ആകാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ റബ്ബ് നമുക്ക് ചെറിയ ചെറിയ എന്താണ് മരുന്ന് പോലെ നമുക്ക് ഇഷ്ടമില്ലാതെ തരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, അള്ളാഹു ഇതിലെന്തൊരു ഹൈർ, അല്ലെങ്കിൽ ഇത് എന്നിൽ നിന്നുള്ള എന്തെങ്കിലും ഒരു എന്താണ് ദുസ്വഭാവം മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണെന്നോ അല്ലെങ്കിൽ എന്നെ നന്നാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം അതാണ് മൂന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നാലാമതായിട്ട് നമ്മൾ എപ്പോഴും നമുക്ക് വരുന്ന എല്ലാ എന്താണ് പരീക്ഷണങ്ങളെയും നമ്മൾ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കൂടി സ്വീകരിക്കുക. ഡെവലപ്പ് എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ട്രയൽ. നമ്മുടെ ലൈഫിലേക്ക് എന്ത് വന്നാലും അതിനെ പോസിറ്റീവായിട്ട് നമ്മൾ കാണാൻ ശ്രമിക്കുക. അതാണ് നമുക്ക് ഏറ്റവും എളുപ്പം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്, നമുക്ക് എന്തെങ്കിലും ട്രയൽസ് പരീക്ഷണങ്ങൾ വരുമ്പോൾ നമ്മൾ നമ്മുടെ താഴെയുള്ളവരിലേക്ക് നോക്കുക. അതായത് നമ്മളെക്കാളും കൂടുതൽ പരീക്ഷിക്കപ്പെടുന്നവരെ നമ്മൾ നോക്കുകയാണ്. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി എന്തുണ്ടാകും, അവിടെ നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കും. അള്ളാഹു അത്രയൊന്നും എനിക്ക് പരീക്ഷ നൽകിയിട്ടില്ലല്ലോ എന്നുള്ളത്. നമുക്കറിയാം, ഒരാൾക്ക് ഷൂ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ എന്താണ്, അല്ലെങ്കിൽ ഷൂ പൊട്ടി എന്ന് പറഞ്ഞപ്പോൾ അയാൾ വേറെ ആളെ കാണുകയാണ് എന്ത്, കാലില്ലാത്ത ആളുകൾ. അപ്പോൾ അൽഹംദുലില്ലാ എന്ന് ഓട്ടോമാറ്റിക്കലി പറയും. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമ്മൾ ഒക്കത്തിനൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോട് കൂടി കാണുക. അപ്പോൾ നമ്മൾക്ക് ഉണ്ടാകുന്ന പരീക്ഷണം നമ്മളെക്കാളും കൂടുതൽ എന്താണ് പരീക്ഷിക്കുന്ന ആളുകളിലേക്ക് നോക്കിയിട്ട് നമ്മൾ അള്ളാഹുവിൽ ശുക്ർ ചെയ്യാം. എനിക്ക് ഏറ്റവും ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ടുണ്ടായെന്ന് പറഞ്ഞാൽ, ഈ ഒരു ഗ്രൂപ്പിൽ വന്നതിന് ശേഷം സുബ്ഹാനല്ലാഹ് ഓരോ ആളുകളുടെ പരീക്ഷണങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾക്കൊന്നും അള്ളാഹു നൽകിയതൊന്നും അല്ല എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അതാണ് റബ്ബ് പറയുന്നത്, നമ്മൾ നമ്മളുടെ താഴെയുള്ളവരിലേക്ക്, അതായത് നമ്മളെക്കാളും പരീക്ഷിക്കപ്പെടുന്നവരിലേക്ക് നോക്കുക എന്നുള്ളത്. പിന്നെ അടുത്തതായിട്ട് എന്താണ്, നമ്മളൊരിക്കലും നമ്മുടെ പ്രാർത്ഥനയെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. അതായത് പ്രാർത്ഥിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്നാലും പ്രാർത്ഥിക്കാം എന്നുള്ള രീതിയിലല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ. എന്താണ്, നമുക്ക് എല്ലാവർക്കും നല്ല പരിചയമുള്ള ആയത്താണ് സൂറത്തുൽ ബഖറയിലെ 186 ആയത്ത്. എന്താണ് പറഞ്ഞിട്ടുള്ളത്, വഇദാ സഅലക ഇബാദി അന്നീ ഫഇന്നീ ഖരീബ് അല്ലേ.
എൻ്റെ അടിമ നിന്നോട് ചോദിക്കുകയാണ് എന്നെ പറ്റിയെങ്കിൽ പറയാന്ന് പറഞ്ഞിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല. നേരെ ഫഇന്നി ഖരീബ്, ഞാൻ അടുത്ത് തന്നെ ഉണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. ഉജീബു ദഅവത്തദ്ദാഇ ഇദാ ദഅൻ ഫല്യസ്തജീബു ലീ വൽയുഅ്മിനൂ ബി ലഅല്ലഹും യർഷുദൂൻ. അതിനാൽ എന്താണ്, എന്നോട് പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ എന്നോട് ചോദിക്കുന്ന ആൾക്ക് ഞാൻ ഉത്തരം നൽകും. അതിനാൽ അവരോട് എനിക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറയും, അതായത് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ പറയും. അതുപോലെ തന്നെ എന്നിൽ വിശ്വസിക്കുക. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ നേർവഴി പ്രാപിക്കും. ദേ വിൽ ബി ഗൈഡഡ് ടു ദ റൈറ്റ് വേ. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് നമ്മളെന്താണ്, അള്ളാഹുവിൽ ദുആ ചെയ്യണം, ഒപ്പം തന്നെ അള്ളാഹുവിൻ്റെ അനുസരിക്കുമാണ് കേട്ടോ. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു ആയത്തിൻ്റെ കൂടെ തന്നെ പറഞ്ഞത് എന്താണ്, അള്ളാഹുവിനെ അനുസരിക്കുകയും അള്ളാഹുവിനെ വിശ്വസിക്കുകയും ചെയ്തിട്ട് അങ്ങനെ നേർമാർഗം പ്രാപിക്കുക. അങ്ങനത്തെ ആളുകളുടെ പ്രാർത്ഥന അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുക. അതാണ് അള്ളാഹുവിൻ്റെ അബ്ദ് ഇബാദ് സഅലക ഇബാദി എന്ന് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ അടിമ എന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എപ്പോഴും അള്ളാഹുവിനെ ആരാധിക്കുന്ന വ്യക്തിക്കാണ്. അതായത് അബ്ദ് എന്ന് പറയുമ്പോൾ കുറച്ച് സമയത്തിനാണ്, പക്ഷെ എന്താണ് ഇബാദ് എന്ന് പറയുമ്പോൾ ആബിദ് എന്ന് പറയുമ്പോൾ കുറച്ച് സമയത്തിന്, അല്ലെങ്കിൽ നിസ്കരിക്കുമ്പോൾ നോമ്പ് നിൽക്കുമ്പോൾ അങ്ങനെ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ മാത്രമാണ്. പക്ഷെ എന്താണ്, അള്ളാഹുവിൻ്റെ ഇബാദ് എന്ന് പറയുമ്പം ഫുൾ ടൈം 100% അള്ളാഹുവിൻ്റെ അടിമയാണ് എന്നുള്ളതാണ്. അങ്ങനത്തെ ആളുകളുടെ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല തീർച്ചയായിട്ടും സ്വീകരിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഒരു മുസ്ലിം അള്ളാഹുവിനെ വിളിച്ചാൽ, അതായത് അള്ളാഹു അവനക്ക് തീർച്ചയായിട്ടും ആ ഉത്തരം നൽകും. എങ്ങനെ? 3 വഴിയുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉത്തരം നൽകും. ഒന്നെന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പരലോകത്തേക്ക് മാറ്റി വെക്കും. അതായത് അവിടെ വലിയ വലിയ മലകൾ പോലെ പ്രാർത്ഥനകൾ ഉണ്ടാകും. അതല്ലെങ്കിൽ എന്താണ്, അള്ളാഹു അതിന് തട്ടി മാറ്റിയിട്ട് അത് ചിലപ്പോൾ നമുക്ക് ഷർറാകാം, അതിനെ തട്ടി മാറ്റി കളയും. അങ്ങനെ പല രീതിയിലും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ്, നമ്മുടെ ദുആകളെ സ്വീകരിക്കുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പിന്നീട് നമ്മളെ തന്നെ ഓർമ്മപ്പെടുത്തുക, നമ്മൾ ഈ ലോകത്തിന് വേണ്ടിയിട്ടുള്ളവരല്ല, നമ്മൾ പരലോകത്തേക്കുള്ള ആളുകളാണ് എന്ന് നമ്മളെ തന്നെ ഓർമ്മപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി എന്താണ്, നമുക്ക് ഒരു പ്രതീക്ഷ ഉണ്ടാകും അല്ലേ, നമുക്ക് ആ സ്വർഗത്തിലേക്ക് പോകാനുള്ളതാണല്ലോ. എനിക്ക് ഈ ലോകത്ത് ഒരുപാട് പരീക്ഷണങ്ങൾ നൽകിയാലും സാരല്ല, നാളെ എൻ്റെ റബ്ബ് എനിക്ക് എന്താണ്, സ്വർഗത്തിൽ വലിയ ഒരു പ്രതിഫലം തന്നെ നൽകുമല്ലോ എന്നുള്ള ആ ഒരു എന്താണ് ഹോപ്പ് നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ടാകും. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ എന്താണ് ജീവിക്കേണ്ടത്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, എന്താണ്, ഖിയാമത്ത് നാളിൽ ഈ എന്താണ് പറയുക, ഡിസ്ബിലീവേഴ്സ്, അതായത് അവിശ്വാസികൾ, അവർ ഭയങ്കരമായിട്ട് ഈ ലോകത്ത് ലക്ഷറി ആയിട്ട് ജീവിച്ച ആളുകൾ എന്താണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് അവരുടെ അടുത്ത് പറയാം, എന്താണ്, ഡിപ്പ് ഹിം വൺസ് ഇൻ ഹെൽ, അവർ നരകത്തിലൊന്ന് മുക്കുക എന്ന് പറയും. അങ്ങനെ അയാളെ മുക്കിയെടുക്കുമ്പോൾ അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് ചോദിക്കപ്പെടും, നിങ്ങൾ എന്താണ് എൻജോയ് ചെയ്ത് എന്തെങ്കിലും പ്ലഷർ നിങ്ങൾക്ക് കിട്ടുമോ എന്ന് ചോദിക്കും. ഇല്ല, ഞാൻ ഒരു പ്ലഷറും ഇതുവരെ എൻജോയ് ചെയ്തിട്ടില്ല എന്ന് പറയും. എന്നിട്ട് ഈ ലോകത്ത് കഷ്ടപ്പെട്ടിട്ടുള്ള ബിലീവറായിട്ടുള്ള വ്യക്തിനോട് ചോദിക്കും, ഭയങ്കര കഷ്ടപ്പാടോട് കൂടി ആളെ എന്താണ് ചോദിക്കും. എന്നിട്ട് അയാളെ എന്താണ് സ്വർഗത്തിലേക്കും ഒന്ന് ജസ്റ്റ് ഒന്ന് മുക്കിയെടുക്കും. അപ്പോൾ നീ എന്തെങ്കിലും എന്താണ് ഹാർഡ്ഷിപ്പ് ഫേസ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കാം. അപ്പോൾ അയാൾ പറയും, ഇല്ല, ഞാൻ ഒന്നും ഫേസ് ചെയ്തിട്ടില്ല, എനിക്ക് ഒരു പ്രയാസങ്ങളും ഉണ്ടായിട്ടില്ല. സുബ്ഹാനല്ലാഹ്. ഏറ്റവും ഭയങ്കരമായിട്ട് പരീക്ഷിക്കപ്പെട്ട ഹാർഡ്ഷിപ്പിലായിട്ടുള്ള ഒരു വ്യക്തിനോടാണ് ചോദിക്കുന്നത്. ഒരൊറ്റൊരു ഡിപ്പ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ മുക്കിയെടുക്കലോടുകൂടി എന്താണ് നമ്മളുടെ ആ ഒരു എല്ലാ പ്രയാസങ്ങളും അറിയാം. നമുക്ക് തന്നെ അറിയാം, നമ്മളിപ്പോൾ ഒരു ദിവസം ഭയങ്കരമായിട്ട് ഹാർഡായിട്ട് വർക്ക് ചെയ്യാണ്, 2 ദിവസം കഴിയുമ്പോൾ നമ്മൾ ആ ഹാർഡ് വർക്ക് മറക്കും അല്ലേ. കാരണം നമ്മളുടെ ബോഡി പിന്നെ അടുത്ത കാര്യങ്ങളിലേക്ക് പോവാണ്. നമുക്കത് കഴിഞ്ഞ കാലം അത്ര പ്രയാസം ആണെങ്കിൽ പോലും നമ്മളെന്താണ്, ഇപ്പം അൽഹംദുലില്ലാ നല്ലതാണല്ലോ എന്ന് ചിന്തിക്കുള്ളൂ. നമുക്കതൊരു വലിയ പ്രയാസമായിട്ട് പിന്നെ തോന്നൂല. അപ്പോൾ അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നമ്മുടെ അടുത്ത് പറയുന്നത്, നമ്മൾ എന്താണ് എപ്പോഴും പരലോകത്തേക്ക് വേണ്ടിയിട്ട് നമ്മളെ തന്നെ പ്രിസർവ് അല്ലെങ്കിൽ റിസർവ് ചെയ്ത് വെക്കുക. ഓക്കെ. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, എന്ത്, ആരെങ്കിലും എന്താ പറയുക ക്ഷമയോട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് 2 തവണ അല്ലെങ്കിൽ ഇരട്ടി പ്രതിഫലമാണ് നൽകുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഇതൊക്കെയാണ് എന്ത്
ചെറിയ ചെറിയ ടിപ്സ് നമ്മൾ സാറ്റിസ്ഫൈഡ് ആകാൻ വേണ്ടിയിട്ട് നമ്മളുടെ അള്ളാഹുവിലുള്ള പരീക്ഷണങ്ങളിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആകാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ ടിപ്സാണ് ഈ ഒരു ഭാഗത്തിലൂടെ പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു നമുക്ക് എല്ലാവർക്കും എളുപ്പം നൽകട്ടെ. പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മളെ അള്ളാഹു കൂടുതൽ സ്നേഹിക്കുമ്പോഴാണ് നമ്മളെ പരീക്ഷിക്കുക എന്നുള്ളത് അല്ലേ. അള്ളാഹു ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. കാരണം അദ്ദേഹത്തിനെയാണ് അള്ളാഹു സുബ്ഹാനഹു തആലയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പിന്നീട് പരീക്ഷിക്കുന്നത് അതിൻ്റെ താഴെയുള്ള ആളുകൾക്ക്, അതായത് ആദ്യം സഹാബികൾ, പിന്നെ താബിഈങ്ങൾ, പിന്നെ തബു താബിഈൻ, അങ്ങനെയുള്ള ആളുകളെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ആർക്കും കിട്ടാത്ത പരീക്ഷണം നമ്മുടെ ലൈഫിൽ വന്നിട്ടുണ്ട് എങ്കിലും നമ്മൾ മനസ്സിലാക്കുക റബ്ബിന് നമ്മളെ ഭയങ്കര ഇഷ്ടമായിട്ടാണ് റബ്ബ് നമ്മളെ പരീക്ഷിക്കുന്നത് എന്ന്. സുബ്ഹാനല്ലാഹ്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എങ്ങനെയാണ് അള്ളാഹു നൽകിയിട്ടുള്ള പരീക്ഷകളിൽ നമ്മൾ പാസ്സാവുക എന്നുള്ളതാണ്. അപ്പോൾ അതിനും അള്ളാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകിയിട്ടുണ്ട്. നമ്മൾ സബറും ദുആയും അത് രണ്ടും നമ്മൾ മുറുകെ പിടിക്കുക. തീർച്ചയായിട്ടും തവക്കുലും, അതുപോലെ അള്ളാഹിനെ കുറിച്ച് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള എല്ലാ പോയിന്റ്സും നമുക്ക് അവിടെ ഇൻക്ലൂഡ് ആക്കാം. അള്ളാഹിനെ കുറിച്ചുള്ള നല്ല ചിന്ത, അതുപോലെ തന്നെ നമ്മളെക്കാളും താഴ്ന്നവരിലേക്ക് നോക്കുക. ഇതൊക്കെ നമ്മുടെ മനസ്സിൽ ഓട്ടോമാറ്റിക്കലി നമ്മളെ സമാധാനത്തിലേക്ക് എത്തിക്കും. പിന്നെ വേറൊരു ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യം എന്ന് പറഞ്ഞാൽ, എങ്ങനെ നിനക്കറിയാം എന്നെ അള്ളാഹു പരീക്ഷിക്കുകയാണോ അതോ ശിക്ഷിക്കുകയാണോ എന്നുള്ളത്. നമ്മൾ പരീക്ഷിക്കുകയാണ് എന്നുള്ളതിനുള്ള ഉത്തരം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കൂടുതലായിട്ട് അള്ളാഹുലേക്ക് അടുക്കും. അതായത് എൻ്റെ റബ്ബ് എനിക്ക് അവനിലേക്ക് അടുക്കാനുള്ളൊരു സാഹചര്യം നൽകിയതാണല്ലോ ഇത് എന്ന് നമ്മളുടെ മനസ്സിൽ ഓട്ടോമാറ്റിക്കലി വരും. അപ്പോൾ നമ്മളെന്താക്കും, കൂടുതലായിട്ട് റബ്ബിലേക്ക് അടുക്കും. നേരെ മറിച്ച് അള്ളാഹുവിൽ നിന്നും നമ്മളെ ദൂരെ ആക്കുന്ന ഒരു പരീക്ഷണമാണെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമുക്കൊരു ശിക്ഷ പോലെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതാണ് വേറൊരു പോയിൻ്റായിട്ട് മനസ്സിലാക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മനസ്സിലിങ്ങനെ ഒരു ചിന്ത വരികയാണ്, എന്തിനാണ് എന്നെ എപ്പോഴും അള്ളാഹു പരീക്ഷിക്കുന്നത് എന്ന് വരുമ്പോൾ വീണ്ടും ഓർക്കുക, റബ്ബിന് ഇഷ്ടമുള്ള ആളുകളെയാണ് റബ്ബ് പരീക്ഷിക്കുന്നത് എന്നും. പിന്നെ അതുപോലെ തന്നെ ട്രസ്റ്റ് ദ ടൈമിങ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതൊരു കാര്യം കേട്ടോ. അതായത് അള്ളാഹുവിൻ്റെ സമയത്ത് നമ്മൾ ട്രസ്റ്റ് ചെയ്യുക. നമ്മൾ വിചാരിക്കും, ഇപ്പം അങ്ങോട്ട് ആയി കിട്ടിയാൽ പ്രാർത്ഥിച്ച് ഇപ്പം തന്നെ അത് കേട്ടാൽ ഇപ്പം എന്താ, കാരണം ഇതാണല്ലോ നല്ല സമയം എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ അള്ളാഹുവിനറിയാം എന്താണ് നമുക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള സമയം എന്നുള്ളത്. അതുകൊണ്ട് അള്ളാഹുവിനോട് നിരന്തരം സംസാരിക്കുക, ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. നമുക്കറിയില്ല ഏതൊരു സമയത്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കുക എന്നുള്ളത്. നമ്മളെല്ലാ ദുആകളും അള്ളാഹു സ്വീകരിക്കും, പക്ഷെ ചില സാഹചര്യങ്ങളിൽ പെട്ടെന്ന് ആ ദുആ സ്വീകരിക്കും. അതുകൊണ്ട് നിരന്തരം അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. തീർച്ചയായിട്ടും റബ്ബ് നമുക്ക് അവിടെ വലിയൊരു പ്രതീക്ഷിക്കാത്ത രീതിയിൽ യജ്അൽ ലഹു മഖ്റജ എന്ന് പറഞ്ഞില്ലേ, ആരല്ലാഹുൽ സൂക്ഷിക്കുന്നു അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വഴിയൊരുക്കും. അത് നമ്മൾ വിശ്വസിക്കുക. അപ്പം നമ്മൾ അള്ളാഹുൽ അടിയുറച്ച് തവക്കൽ ചെയ്ത് അള്ളാഹുവിൽ മാത്രം മുറുകെ പിടിച്ച് നമ്മൾ മുന്നോട്ട് പോവുക, തഖ്വ കൈക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും അള്ളാഹു നമുക്ക് വഴിയൊരുക്കും. നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല എത്തിച്ചു തരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അള്ളാഹുവിൻ്റെ വാക്കുകളാണ്, ഒരിക്കലും തെറ്റാത്ത വാക്കുകളാണ്. തീർച്ചയായിട്ടും അള്ളാഹു പറഞ്ഞത് 100% പുലരുന്നതാണ്. അതുകൊണ്ട് ആ വാക്കുകളൊക്കെ നമുക്ക് അള്ളാഹുവിൻ്റെ ഖുർആൻ ആയത്തുകളും മനസ്സിൽ മുറുകെ പിടിക്കാം. അതുപോലെ തന്നെ അവന് ഇഷ്ടമുള്ള ആളുകളെയാണ് അള്ളാഹു പരീക്ഷിക്കുന്നതെന്ന് പറയുമ്പോൾ അൽഹംദുലില്ലാഹ്, അള്ളാഹു എന്നെ ആ കൂട്ടത്തിലാക്കിയിട്ടുണ്ടല്ലോ എന്ന് വിചാരിക്കാം. അതുപോലെ തന്നെ നമ്മൾക്കുള്ള പരീക്ഷണം അള്ളാഹുലേക്ക് അടുപ്പിക്കുന്നതാണെന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ്, അത് തന്നെയാണ് നമുക്ക് വേണ്ടത്. സുബ്ഹാനല്ലാഹ്. പിന്നെ നമ്മൾ അടുത്തതായിട്ട്, അപ്പോൾ നമ്മൾ ഒരു ടോപ്പിക്ക് ഇപ്പോൾ കവറാക്കിയിട്ടുള്ളൂ. ഞാൻ എല്ലാ ടോപ്പിക്കും കവർ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഈ ടൈമിൽ നമ്മൾ ഭക്ഷണത്തിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ആരോഗ്യത്തിൻ്റെ എക്സസൈസിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഭക്ഷണത്തിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു ഉദാഹരണം, അതായത് നമ്മൾ ഭക്ഷണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ അദ്ദേഹം പറയാറുള്ള ഒരു ഭക്ഷണമാണെന്ത്, കാരക്ക, ഈത്തപ്പഴം അല്ലേ, ഡേറ്റ്സ് എന്നൊക്കെ പറയും. ഒരു മിനിറ്റ്, ബിസ്മില്ലാഹ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ കൂടുതലായിട്ടും ഫുഡ് എന്ന് പറയുമ്പോൾ നമുക്ക് കാരക്ക, വെള്ളം എന്നൊക്കെയാണ് നമ്മുടെ മനസ്സിൽ വരിക അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടുതലായിട്ടും കഴിച്ചിട്ടുള്ള ഭക്ഷണം അറബ് നാട്ടിലുള്ള ഈ ഒരു ഈത്തപ്പഴമാണ്. ഈത്തപ്പഴത്തിൻ്റെ ഗുണങ്ങളെ കുറിച്ചിട്ടാണ് ഇന്ന് നിങ്ങളായിട്ട് ചെറുതായിട്ട്
ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പല ആളുകൾക്കും ചിലപ്പോൾ ഇത് കഴിക്കാൻ പറ്റിയെന്ന് വരില്ല. കാരണം ഷുഗർ പേഷ്യൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി ഷുഗർ ബൂസ്റ്റപ്പ് ചെയ്യും എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഇത് നമ്മൾ ബ്ലഡ് ഷുഗർ റെഗുലേഷന് വേണ്ടിയിട്ട് ഉള്ളൊരു നല്ലൊരു ഫ്രൂട്ടാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഒരളവിന് മാത്രം, ഒരു ദിവസം ഒരു ഷുഗർ പേഷ്യൻറ്റിന് വളരെ കുറച്ചളവിൽ ഡേറ്റ്സ് കഴിക്കാമെന്നുള്ളതാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇനി പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകളുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ലേബർ വളരെ എളുപ്പമാകണം, അല്ലെങ്കിൽ ഡെലിവറി ഭയങ്കര എളുപ്പമാകണമെന്നുണ്ടെങ്കിൽ ഡേറ്റ്സ് കഴിച്ചാൽ മതി. നമുക്കറിയാം മറിയം അലൈഹിസ്സലാമിൻ്റെ അടുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത് എന്തായിരുന്നു? ആ ഒരു റുത്ബ്, അതായത് ഈത്തപ്പനയുടെ ആ മരത്തിനെ കുലുക്കിയിട്ട് അതിൽ നിന്നുള്ള ഡേറ്റ്സ് കഴിക്കുക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അത് അത്രയ്ക്കും ബെനിഫിഷ്യലാണ് എന്നാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നമുക്ക് പഞ്ചസാരക്ക് പകരം ഒരു നാച്ചുറൽ സ്വീറ്റ്നറാണ്. നമുക്ക് ജ്യൂസ് ഉണ്ടാക്കുമ്പോഴൊക്കെ നമുക്ക് ഫ്രൂട്ട്സ്, ഈ ഒരു ഫ്രൂട്ട് അതിലേക്ക് ഇട്ടാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നല്ലൊരു മധുരം കിട്ടും. അതുപോലെ തന്നെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. നമ്മളുടെ ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റിനും എല്ലാത്തിനും ഈ ഒരു ഫ്രൂട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡ്രൈ ഫ്രൂട്ടാണ്. നമുക്ക് കുറച്ച് കാലമൊക്കെ നമ്മളെ കയ്യിൽ കീപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഈസിലി കഴിക്കാൻ പറ്റുന്ന ഫ്രൂട്ടാണ്. ജസ്റ്റ് വാഷ് ചെയ്താൽ മാത്രം മതി, കട്ട് ചെയ്യേണ്ട കാര്യം ഒന്നുമില്ല. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അത്രയ്ക്കും ഈസി ആക്കിയിട്ടാണ് ഈ ഒരു ഫ്രൂട്ടിനെ നമുക്ക് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് നമുക്ക് ഡൈജഷനും നമ്മളുടെ ദഹന പ്രക്രിയക്കും ഒക്കെ ഈ ഒരു ഫ്രൂട്ട് ഭയങ്കര ബെനിഫിഷ്യലാണ്. അപ്പോൾ പറ്റുന്നവരൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ ശ്രമിക്കുക. ഒരുപാട് അസുഖങ്ങളിൽ നിന്നും ഒക്കെ ഈ ഒരു ഡേറ്റ്സ് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുള്ളത് അജുവ ഡേറ്റ്സിനെ കുറിച്ചിട്ടാണ് അല്ലേ. അജുവ ഡേറ്റ്സ് നമ്മൾ അത്രയ്ക്കും ഏഴം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരസുഖം നമ്മളെ ബാധിക്കുകയില്ല, അല്ലെങ്കിൽ ഒരു മാജിക്കോ പോയിസണോ നമ്മളെ ബാധിക്കുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ സ്ത്രീകൾ ഈത്തപ്പഴം കഴിക്കുക. കാരണം ആരെങ്കിലും കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കുട്ടികളെ എളുപ്പത്തിൽ കുട്ടികൾ ജന്മം നൽകാൻ സാധിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് ഒരുപാട് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് ഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും അത് അറ്റ്ലീസ്റ്റ് ഒരു 3 എണ്ണമെങ്കിലും ദിവസം കഴിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ മറ്റൊന്നിൽ പറഞ്ഞിട്ടുണ്ട്, എ ഹൗസ് വിത്തൗട്ട് ഡേറ്റ്സ് ഹാസ് നോ പ്രൊവിഷൻ. ഒരു വീട്ടിൽ ഡേറ്റ്സ് ഇല്ല എങ്കിൽ ആ വീടിന് പ്രൊവിഷൻ ഇല്ല, അല്ലെങ്കിൽ ആ വീട്ടിലൊന്നും ഇല്ല എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് സുന്നത്ത് കൂടിയാണ് നമ്മുടെ വീട്ടിൽ ഡേറ്റ്സ് ഉണ്ടാകുക എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ടൈമിൽ നിങ്ങളായിട്ട് ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യം ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ച് ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഇൻഷാ അല്ലാഹ് നമുക്ക് മൈ റിലേഷനിൽ നമ്മളുടെ മാതാപിതാക്കൾക്കൊപ്പം എന്നുള്ള ടോപ്പിക്കിലായിരുന്നു അല്ലേ. അപ്പോൾ മാതാപിതാക്കൾക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് ദുആകളുണ്ട്. നമ്മളതിൽ ഒന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ എന്നുള്ളത്. എൻ്റെ റബ്ബെ, എന്നെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയതുപോലെ എൻ്റെ മാതാപിതാക്കളുടെ നീ കരുണ കാണിക്കണമേ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ദുആ. ഇനിയും ഒരുപാട് ദുആകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ഒന്നാമതായിട്ട് അവർക്ക് വേണ്ടിയിട്ട് പാപമോചനത്തിന് വേണ്ടി നമ്മൾ തേടണം അല്ലേ. നമ്മൾ കടമയാണത്. അപ്പോൾ നമ്മൾ എപ്പോഴും അതും പ്രാർത്ഥിക്കണം. അപ്പോൾ ആ ഒരു ദുആ പറഞ്ഞവരാണ്, റബ്ബന ഇഗ്ഫിർലി വലിവാലിദയ്യ വലിൽ മുഅ്മിനീന യൗമ യഖൂമുൽ ഹിസാബ്. റബ്ബന ഇഗ്ഫിർലി വലിവാലിദയ്യ വലിൽ മുഅ്മിനീന യൗമ യഖൂമുൽ ഹിസാബ്. അതായത് അള്ളാഹുവിനോട് പറയാണ്, ഞങ്ങളുടെ റബ്ബേ, എനിക്ക് നീ പുറത്തരണമേ, എൻ്റെ മാതാപിതാക്കൾക്കും അതുപോലെ തന്നെ എല്ലാ വിശ്വാസികൾക്കും ആ ഒരു ദിവസം, അതായത് ദിവസമാണ് നമ്മളുടെ ഹിസാബ് എടുക്കുന്ന ദിവസം. സുബ്ഹാനല്ലാഹ്. പിന്നെ അടുത്തതായിട്ടുള്ളൊരു ദുആ എന്ന് പറഞ്ഞത് സെയിം തന്നെയാണ്. നമ്മൾക്കും നമ്മുടെ പാരൻസിനും അതുപോലെ തന്നെ ഈ ഒരു ഉമ്മത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ്. റബ്ബി ഇഗ്ഫിർലി വലിവാലിദയ്യ വലിമൻ ദഖല ബൈതിയ മുഅ്മിനൻ വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. ഇവിടെയും നമ്മൾ അല്ലാഹുവേ, എനിക്ക് പുറത്തരണമേ, എൻ്റെ മാതാപിതാക്കൾക്ക് പുറത്തരണമേ, ആരൊക്കെയാണോ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വാഹനത്തിൽ പ്രവേശിച്ചിട്ടുള്ളത് ആ മുഅ്മിനായിട്ടുള്ള സ്ത്രീക്കും പുരുഷനും സ്ത്രീക്കും നീ പുറത്തു കൊടുക്കണമേ എന്നുള്ളതാണ്. പിന്നെ വളരെ മനോഹരമായിട്ടുള്ള വേറൊരു ദുആ നമ്മളുടെ
സുലൈമാൻ അലൈഹി ഇസ്ലാമിൽ നിന്നും ഒരു ദുആ ഉണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സ്വാലിഹൻ തർദാഹ് വഅദ്ഖിൽനി ബിറഹ്മതിക ഫീ ഇബാദിക സ്വാലിഹീൻ. ഒന്നും കൂടെ, റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ. അതായത് എൻ്റെ റബ്ബെ, ഔസിഅനി എനിക്ക് നീ ഇൻസ്പയർ ചെയ്തിട്ട എന്താണ്, അൻ അഷ്കുറ നിഅമതിക്, അതായത് നീ നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ ശുക്ർ നൽകുവാൻ, അല്ലതി അൻഅംത അലൈ, നീ എനിക്ക് നൽകിയിട്ടുള്ളതും, വ അലാ വാലിദയ്യ, എൻ്റെ മാതാപിതാക്കൾക്കും, വ അൻ അഅമല സ്വാലിഹ, എനിക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നിനക്ക് തൃപ്തിപ്പെടുന്ന, തർദാഹ് എന്ന് പറയുമ്പോൾ നീ തൃപ്തിപ്പെടുന്ന നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടും നീ എന്നെ അനുഗ്രഹിച്ചതിന്, വഅദ്ഖിൽനി, നീ എന്നെ പ്രവേശിപ്പിക്കണമേ, ബിറഹ്മതിക, നിന്റെ കാരുണ്യം കൊണ്ട്, ഫി ഇബാദിക സ്വാലിഹീൻ, അതായത് നിന്റെ സ്വാലിഹീങ്ങളായിട്ടുള്ള ഇബാദുകളുടെ കൂട്ടത്തിൽ നീ എന്നെയും പ്രവേശിപ്പിക്കണമേ റബ്ബേ. സുബ്ഹാനല്ലാഹ്, വളരെ മനോഹരമായിട്ടുള്ള ദുആണല്ലേ. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. അതായത് ആദ്യം എന്നെ നീ ഒരു നന്ദിയുള്ള അടിമയാക്കണമേ, കാരണം നീ നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും എനിക്ക് എന്താ പറയുക, നന്ദി പ്രകടിപ്പിക്കുന്ന വ്യക്തിയാകാൻ സാധിക്കണമേ എന്നുള്ളതാണ് ഏറ്റവും ആദ്യമായിട്ട്. എന്നിട്ട് അവിടെ ആർക്കൊക്കെയാണ് നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആർക്കൊക്കെയാണ് ആ ഒരു അനുഗ്രഹം നൽകിയിട്ടുള്ളത്, എന്താണ്, എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും. അപ്പോൾ എന്താണ്, ഞങ്ങളെക്കൊണ്ട് നിനക്കിഷ്ടപ്പെടുന്ന പ്രവർത്തികൾ ചെയ്യിപ്പിക്കണമേ, നിന്റെ കാരുണ്യം കൊണ്ട് ഞങ്ങളെ നീ സ്വർഗത്തിലേക്ക് ആക്കണമേ എന്നൊക്കെയാണ് നമ്മളിവിടെ പറയുന്നത്. സുബ്ഹാനല്ലാഹ്, വളരെ പ്രൊഫൗണ്ടായിട്ടുള്ള നല്ലൊരു ദുആണ്. നമുക്ക് എപ്പോഴെങ്കിലും എന്താ പറയുക, നമ്മൾ വീക്ക്നെസ് ഓഫ് ഈമാൻ, നമുക്ക് നമ്മളുടെ ഈമാൻ കുറഞ്ഞു വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ദുആകളൊക്കെ അടിച്ചു നോക്കുക, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള മറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മൾ മറിച്ച് നോക്കുക. അപ്പോൾ തീർച്ചയായിട്ടും റബ്ബ് നമുക്ക് ഏതെങ്കിലും ഒരു വഴി തുറന്നു തരും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടുള്ള ദുആകൾ. ഒന്നുകൂടെ, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ, പിന്നെ റബ്ബന ഇഗ്ഫിർലി വലിവാലിദയ്യ വലിൽ മുഅ്മിനീന യൗമ യഖൂമുൽ ഹിസാബ്, റബ്ബ ഇഗ്ഫിർലി വലിവാലിദയ്യ വലിമൻ ദഖല ബൈതിയ മുഅ്മിനൻ വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സ്വാലിഹൻ തർദാഹ് വഅദ്ഖിൽനി ബിറഹ്മതിക ഫീ ഇബാദിക സ്വാലിഹീൻ. അൽഹംദുലില്ലാഹ്. അപ്പോൾ ഇതാണ് നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടുള്ള ദുആ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഏറ്റവും നല്ല റിലേഷൻ കീപ്പ് ചെയ്യാനുള്ള തൗഫീഖ് നൽകട്ടെ. മരണം വരെ ഏറ്റവും നന്നായിട്ട് മാതാവും പിതാവുമായിട്ട് ഒരുമിച്ച് മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് റബ്ബ് നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. ആമീൻ. അപ്പോൾ നമ്മൾ അൽഹംദുലില്ലാഹ് നമ്മുടെ മാതാപിതാക്കൾക്കുള്ള ദുആകൾ മനസ്സിലാക്കി. ഇനി ഏറ്റവും അവസാനമായിട്ട് നമ്മുടെ സമൂഹം, വിത്ത് മൈ സൊസൈറ്റി, ഇവിടെ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് റെപ്രസെൻറ്റ് മീ ആസ് മുസ്ലിമ, അല്ല, നമ്മളൊരു സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഇതൊരു മുസ്ലിം സ്ത്രീ ആണ് എന്ന് ഒരു വ്യക്തി കാണുമ്പോൾ പറയണം. അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ അപ്പിയറൻസ് തന്നെയാണ്. നമ്മൾ എങ്ങനെയാണോ വേഷം ധരിക്കുന്നത് അതാണ് നമ്മൾ മുസ്ലിമാണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഇസ്ലാമിനെ പ്രസൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് നമുക്കറിയാം, സ്ത്രീകൾക്ക് മുൻകൈയും അതുപോലെ തന്നെ മുഖം എന്നുള്ളതിൽ ഒരുപാട് ഡിസ്പ്യൂട്ട് ഉണ്ട്. അത് മറക്കണം അല്ലെങ്കിൽ മറക്കണ്ട, സുന്നത്താണ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. എന്തായാലും അതിലേക്ക് നമ്മൾ പോകുന്നില്ല. നമ്മൾ ഒരു മാന്യമായിട്ടുള്ള വസ്ത്രം, അതായത് ഒരിക്കലും ഇറുകി പിടിച്ചിട്ടുള്ള, ഭയങ്കര അട്രാക്റ്റീവായിട്ടുള്ള, അതുപോലെ ഒരുപാട് സുഗന്ധം പൂശിയിട്ടുള്ള അങ്ങനത്തെ ഡ്രസ്സുകൾ നമ്മൾ വേറെ ചെയ്യാൻ പാടില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ തന്നെ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്താണ്, ഇറുകിയ വസ്ത്രം ധരിക്കരുത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കാണുന്ന, നിഴലടിക്കുന്ന, നമ്മുടെ ബോഡി ഭാഗങ്ങൾ കാണുന്ന തരത്തിലാകരുത്. നമ്മളടുത്ത് പള്ളിയിലേക്കാണെങ്കിൽ പോലും നിങ്ങൾ പെർഫ്യൂം ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രയ്ക്കൊക്കെ ശ്രദ്ധിക്കുന്ന നമ്മളുടെ റബ്ബാണ് അല്ലേ. അപ്പോൾ കാരണം നമുക്ക് ഫിത്ന വരരുത് എന്ന് മാത്രം അള്ളാഹുവിൻ്റെ ഉദ്ദേശം. അള്ളാഹുവിന് എന്താണ്, നമ്മളുടെ ലൈഫിൽ ആരും കാരണം, നമ്മൾ കാരണം ആർക്കൊരു പ്രയാസം ഉണ്ടാകരുത് എന്നുള്ള രീതിയിലാണ് നമ്മളെന്താണ്, ഒരു മോഡസ്റ്റായിട്ട് നമ്മളെ കാണുമ്പോൾ മറ്റുള്ളവർക്ക് റെസ്പെക്റ്റാണ് ഫീൽ ചെയ്യേണ്ടത്. അതല്ലാതെ ഇവരുടെ അടുത്ത് നമുക്ക് എന്തും പറയാം എന്നുള്ള ആ ഒരു ലൈസൻസ് കൊടുക്കലല്ല. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്, നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പം ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ വസ്ത്രധാരണം തന്നെയാണ്. പിന്നീടാണ് നമ്മളെ ക്യാരക്ടറിലേക്ക് പോകുള്ളൂ. നമ്മൾ ഓട്ടോമാറ്റിക്കലി ഒരു
അപരിചിതനായിട്ടുള്ള ഒരു സ്ട്രേഞ്ചർ ആയിട്ടുള്ള ഒരു വ്യക്തി നമ്മളെ കാണുമ്പോൾ ഇന്ന വ്യക്തി മുസ്ലിമാണ്, ഇവർ പ്രോപ്പർ ഹിജാബൊക്കെ ധരിക്കുന്ന വ്യക്തിയാണ് എന്ന് ഫസ്റ്റ് വരും അല്ലേ. നമ്മൾ ആരെയും കാണിക്കാനല്ല, പക്ഷേ നമുക്ക് നമ്മുടെ ഐഡൻറ്റിറ്റി കാണിക്കേണ്ടതുണ്ട്. സുബ്ഹാനല്ലാഹ്. പിന്നീടാണ് നമ്മൾ അടുത്തതിലേക്ക് പോകുന്നത്. അതായത് നമ്മളുടെ ഹിജാബ് കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ എന്തിൽ വേണം, നമ്മളുടെ സംസാരത്തിൽ, നമ്മളുടെ പെരുമാറ്റത്തിൽ, നമ്മളുടെ ഡീലിങ്ങിൽ വരണം. അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ ഔട്ടർ അപ്പിയറൻസ് എത്രത്തോളം വൃത്തിയുള്ളതാണ്, അള്ളാഹ് പറഞ്ഞ ആ എല്ലാ നിബന്ധനകളും പാലിച്ചിട്ടുള്ള രീതിയിലാണ് എൻ്റെ വസ്ത്രധാരണ എന്ന് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കാം. പിന്നീട് രണ്ടാമതായിട്ട് നമ്മൾ എങ്ങനെയാണ് സമൂഹമായിട്ട് പെരുമാറുന്നത്. അതായത് നമ്മൾ പുറത്ത് ഷോപ്പിംഗ് മാളിലേക്ക് പോകുമ്പോൾ അവിടെയുള്ള ആളുകളായിട്ട് നമ്മൾ എങ്ങനെയാണ് സംസാരിക്കുന്നത്, നമ്മൾ റെസ്പെക്റ്റോട് കൂടി ഡിഗ്നിറ്റിയോട് കൂടിയാണ് സംസാരിക്കുന്നത്. അല്ലെങ്കിൽ സാധാ പച്ചക്കറി കടകളിലേക്ക് പോകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അവിടുത്തെ സെല്ലറായിട്ട് നമ്മൾ സംസാരിക്കുന്നത്, നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കാം. നമ്മൾ ഓട്ടോറിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ, ബസ്സിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ, അവിടെയൊക്കെ നമ്മൾ നമ്മളുടെ ഈ ഒരു ഇസ്ലാം എന്നുള്ള ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്ന് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കാം. അങ്ങനെ നമ്മളെ തന്നെ ഒരു നല്ലൊരു മുസ്ലിമെ ആയിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാം. നല്ല പ്രോപ്പർ ഹിജാബ് ധരിച്ച്, അതും നമുക്കറിയാം അതിലും ഒരുപാട് നിബന്ധനകൾ അല്ലാഹു സുബ്ഹാനഹു പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അല്ലാണ്ട് നമ്മളുടെ മുടികൾ ഉയർത്തിക്കെട്ടരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒട്ടക കൂന് പോലെ നിങ്ങൾ നിങ്ങളുടെ മുടികൾ ഉയർത്തിക്കെട്ടരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ ശ്രദ്ധിച്ചിട്ട് എന്താണ് എൻ്റെ റബ്ബിന് ഇഷ്ടം, ഞാൻ റബ്ബിൻ്റെ അബ്ദാണ്, എന്താണ് ഇബാദിക സ്വാലിഹീനിൽ പെടാൻ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള രീതിയിൽ നമ്മൾ വസ്ത്രധാരണം മാറ്റുക. അപ്പോൾ റബ്ബായിട്ടുള്ള ക്ലോസ് കണക്ഷൻ, റബ്ബിൻ്റെ എല്ലാ സിറ്റുവേഷൻസിലും ഞാൻ തൃപ്തിയാണ് എന്നുള്ള ആ ഒരു അടിയുറച്ച വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവുക. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ സ്വന്തം കാര്യം നമ്മൾ ശ്രദ്ധിക്കാൻ ശ്രമിക്കാം. പിന്നെ കൂടെയുള്ളവരോടൊപ്പം നമ്മളുടെ മാതാപിതാക്കൾ നമ്മൾക്ക് ഈ ലോകത്തേക്ക് ലൈഫ് നമുക്ക് നൽകിയിട്ടുള്ളവരാണ്. അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ദുആകൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കണം. ദുആ എന്ന് പറഞ്ഞാൽ നമുക്കൊരിക്കലും അത് സ്വീകരിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് തള്ളേണ്ടതല്ല. തീർച്ചയായിട്ടും 3 രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു നമുക്ക് ഉത്തരം നൽകും എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ എല്ലാം നമ്മൾ മനസ്സിൽ കണക്കെടുത്തിട്ട് നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ തന്നെ നമ്മളുടെ ദിവസങ്ങൾ നമ്മൾ തള്ളി മുന്നോട്ട് കൊണ്ടുപോവുക. ഒരിക്കലും എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് വിചാരിച്ച് നിരാശയാകേണ്ട. റബ്ബിനറിയാം നമ്മളുടെ മനസ്സിലെ നീയത്ത്, നമ്മളുടെ ഉദ്ദേശം എന്താണെന്നറിയാം. നമുക്ക് ചില സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് പറ്റിയില്ലെങ്കിലും അല്ലാഹു സുബ്ഹാനഹു നമുക്കത് ചെയ്തതിൻ്റെ പ്രതിഫലം നൽകും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ചെറുതാണെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ചെയ്യുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. പിന്നെ നാലാമതായിട്ട് നമ്മൾ എന്താണ് പറയുക, സൊസൈറ്റിനെ കുറിച്ച് പറഞ്ഞു അല്ലേ. നമ്മളൊരു പ്രോപ്പർ മുസ്ലിം ആണ് എന്ന് കാണിക്കുന്ന രീതിയിൽ നമ്മളുടെ അപ്പിയറൻസ് നമ്മൾ ശ്രദ്ധിക്കുക. അതാണ് ഇന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു വീക്കിൽ പറയുന്നത്. നമ്മളുടെ അപ്പിയറൻസ് നമ്മൾ ശ്രദ്ധിക്കുക. പ്രോപ്പർ ഹിജാബ് ധരിച്ചിട്ട് നമുക്കറിയാം ഒരുപാട് കൺമഷിയും ലിപ്സ്റ്റിക്കും ഒക്കെ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മളൊരു നല്ലൊരു മുസ്ലിം എന്നുള്ളൊരു പദവിയിൽ നിന്ന് നമ്മൾ മാറ്റി നിർത്തുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ മാക്സിമം ചെയ്യാൻ ശ്രമിക്കാം. നമ്മൾക്കറിയാം ഇറങ്ങുമ്പോൾ നമ്മൾ വൃത്തിയോടും വെടിപ്പോടും കൂടിയാണ് ഇറങ്ങേണ്ടത് എന്നുള്ളത്. പക്ഷെ അവിടെയും നമ്മുടെ റബ്ബിന് ഇത് ഇഷ്ടമാണോ ഇല്ലേ എന്നുള്ള ആ ഒരു മാനദണ്ഡത്തോടു കൂടി തന്നെയായിരിക്കണം. അൽഹംദുലില്ലാഹ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ നിങ്ങളായിട്ട് പങ്കുവെക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. അൽഹംദുലില്ലാഹ് റബ്ബ് അതിനുള്ള തൗഫീഖ് നൽകി. അൽഹംദുലില്ലാഹ് റബ്ബിൽ ആലമീൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് നെക്സ്റ്റ് അടുത്ത ടോപ്പിക്കുകളൊക്കെ ഷെയർ ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു ടോപ്പിക്ക് മുഴുവനായിട്ടും ജസ്റ്റ് ചെറിയ ടിപ്പുകളായിട്ട് ഇൻഷാ അല്ലാഹ് നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാം. അല്ലാഹു സുബ്ഹാനഹു എളുപ്പം നൽകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ജസാക്കുമുല്ലാഹു ഖൈർ. ബാറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.